നമുക്കൊരു കാര്യത്തെ വസ്തുനിഷ്ഠമായിട്ട് ഇന്നേ കാര്യം കൊണ്ടാണിത് തെറ്റ് എന്നുള്ളത് പറയാൻ അല്ലെ അവതരിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇതൊരു ഗൂഢാലോചനയാണ്. അതായത് ശാസ്ത്രം ദൈവത്തെ അംഗീകരിക്കും. അതായത് ദൈവം ഉണ്ട് എന്ന് അംഗീകരിക്കേണ്ടി വരും, അതുകൊണ്ട് ഇതിനൊക്കെ നിഷേധിക്കുക എന്നുള്ള നിലപാടാണ് ശാസ്ത്രം സ്വീകരിക്കുന്നത് എന്നാണ്. പരിണാമ സിദ്ധാന്തം എന്തുകൊണ്ടാണ് സ്കൂളുകളിലും കോളേജുകളിലും രാജ്യവ്യാപകമായിട്ട് പഠിപ്പിക്കുന്നത് എന്ന് ഒരു പർദ്ദയിട്ട ഇസ്ലാം വിദ്യാർത്ഥിനി തന്നെ എം എം അക്ബറോട് ഇസ്ലാമിക പ്രഭാഷകനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. എം എം അക്ബർ പറയാണ്, എന്തുകൊണ്ടാണ് ഈ പരിണാമ സിദ്ധാന്തം നമ്മൾ ഈ കുട്ടികളെല്ലാ സ്കൂളുകളും വൈദ്യശാസ്ത്രത്തിൻ്റെ ഒക്കെ പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത്, പരിണാമ സിദ്ധാന്തം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പടച്ചോൻ സൃഷ്ടിച്ചു എന്നത് ശാസ്ത്രം അംഗീകരിക്കേണ്ടി വരും, അത് അവർക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് പരിണാമ സിദ്ധാന്തം അതിനെതിരെ ചിന്തിക്കാത്തത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ റവീക്ക പറഞ്ഞത് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ദൈവസൃഷ്ടിവാദം അംഗീകരിച്ചു വരികയാണ്, മനുഷ്യ ശരീരത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് ഇങ്ങനെ ദൈവവിശ്വാസത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇസ്ലാമിക മതപ്രകാശന്മാർ ഇങ്ങനെ തിരിച്ചുമറിച്ചും അവകാശവാദങ്ങൾ ഉണ്ടാകും. കാരണം അവരെ സംബന്ധിച്ചോളം എങ്ങനെ വ്യാഖ്യാനിച്ചാലും അത് ദൈവ അസ്തിത്വത്തിന് തെളിവായിട്ട് കിട്ടണം. അപ്പോൾ അതിലോരോ ആസൂത്രണവാദങ്ങൾ കാണുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ശാസ്ത്രം അങ്ങനെയല്ല. പ്രശസ്ത പരിണാമ ശാസ്ത്രജ്ഞ എവല്യൂഷൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു റിച്ചാർഡ് ഡോക്കിൻസ്. അദ്ദേഹം വളരെ കാലം ഒരു അഗ്നോസ്റ്റിക് ആയിരുന്നു, സംശയവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഗോഡ് ഡെലൂഷൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയത്. ദൈവം എന്നുള്ളത് ഒരു ഡെലൂഷനാണ്, മിഥ്യയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം മതിയിരുന്നു. അതിനുശേഷം ഒരുപാട് ഭൂമിയിലെ മഹത്തായ ദൃശ്യ വിസ്മയങ്ങൾ എന്ന് തുടങ്ങിയ ദ ഗ്രേറ്റസ്റ്റ് ഷോൺ ഓൺ എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതി. അങ്ങനെ പരിണാമ ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് ദൈവനിഷേധികളായി. ഒരു ആസൂത്രണവാദം മനുഷ്യ ശരീരത്തിൽ എവിടെയും കാണുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ മനുഷ്യ ശരീരത്തിൻ്റെ ജീനോം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയതാണ്. അതിൻ്റെ ജീനുകൾ അതിൻ്റെ ജീൻ മാപ്പിംഗ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് 2000 അത് പൂർത്തിയായ കേസാണ്. അതിലെല്ലാം തന്നെ കൃത്യമായ തെളിവുകളാണ്, ജനിതകപരമായി കിട്ടുന്ന തെളിവുകൾ, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് അനാട്ടമി, ഈ ശരീര ആന്തരാവയവങ്ങളുടെ ഓരോ ജീവികളുടെ താരതമ്യം പഠനം, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന എല്ലാ തെളിവുകളും തന്നെ അനുക്രമം വികസിതമായിട്ട് രൂപപ്പെട്ടു വന്ന അതാണ് ജീവികൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ജങ്ക് DNA എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഇതിലെ ജീനുകളിൽ 2000-ഓളം ആക്റ്റീവും ഇന്നാക്റ്റീവും ആയിരിക്കുന്ന DNA ഉണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് അത് അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല, അതിൽ കുറച്ചെണ്ണത്തിന് ഇപ്പം ഫംഗ്ഷൻ കണ്ട് ബാക്കിയുള്ളതിന് ഫംഗ്ഷൻ കാണേണ്ടതുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പരിണാമ പ്രക്രിയയുടെ ഭാഗമായിട്ട് വരുന്ന ഇതിൽ നമ്മുടെ ഈ DNA ജീനുകൾ ഉണ്ടാവും, ഒരുപാട് ജീനുകൾ ഉണ്ടാവും. അത് പലതും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അത് ശരീരത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഓഫ് ചെയ്യപ്പെടും. കാരണം പണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് ജീവികളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ജീനുകൾ നമ്മുടെ DNA നിലനിൽക്കുമോ, അതേസമയം തന്നെ അത് ഇന്നാക്റ്റീവ് ആയിരിക്കും. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, വോൾഫ് സിൻഡ്രോം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് ഈ രോമം കൂടുതലായിട്ട് തണുത്ത കാലാവസ്ഥയിൽ പണ്ടുള്ള കാട്ടുമനുഷ്യന്മാരൊക്കെ വസ്ത്രമൊന്നുമില്ലാത്ത ജീവിക്കുന്ന കാലത്ത് അവർക്ക് ആവശ്യമായിരുന്നു. അത് ആധുനിക മനുഷ്യൻ്റെ ഈ മനുഷ്യപൂർവികന്മാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷത്തിൻ്റെ പഴക്കമുണ്ട്. ആധുനിക മനുഷ്യന് 1 ലക്ഷത്തിൻ്റെ പഴക്കം ഉണ്ട് എന്ന് പറയുന്നത്. അത്രയും കാലം അതിലൂടെ വരുമ്പോൾ ഇതിൻ്റെ ആവശ്യം ഇല്ലാതായിട്ട് വരികയാണ്, അത് ഓഫ് ചെയ്യപ്പെടുന്നു. പിന്നെ അത് ഓഫ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഉള്ള ജീനുകൾ ചില ആൾക്ക് അത് ആക്റ്റീവ് ബൈ ചാൻസിൽ എന്തെങ്കിലും ആസൂത്രണ പിഴവ് കൊണ്ട്, ആസൂത്രണം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ആക്റ്റീവായി പെടുകയാണെങ്കിൽ ഉണ്ടാകുന്ന രോഗമാണ് വോൾഫ് സിൻഡ്രോം. കംപ്ലീറ്റ് തടിയിലും മുഖത്തിലും എല്ലാം മൊത്തം രോമമായിരിക്കും ഉണ്ടാവുക. ഇനി ഓരോ കാലാവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ബാഹ്യപരമായിട്ട് തന്നെ, ജനിതകം പോട്ടെ, ബാഹ്യപരമായിട്ട് തന്നെ മാറ്റമുണ്ട്. ചൈനയിൽ ജീവിക്കുന്നത്, ആസ്ട്രേലിയയിൽ ജീവിക്കുന്നത്, എല്ലാം ബ്രിട്ടനിൽ ജീവിക്കുന്നവർ എല്ലാം തന്നെ താടിയെല്ലിൻ്റെ ഘടന അടക്കം മാറ്റാണ്, മൂക്കിൻ്റെ ഘടന അടക്കം മാറ്റാണ്. അതുപോലെ ജീനുകളിൽ ചില ഇതിലും വ്യത്യാസമുണ്ട്. നമുക്ക് സൂര്യപ്രകാശത്തിൽ വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻ കൊണ്ട് വരുന്ന സ്കിൻ ക്യാൻസർ കുറവാണ്, കാരണം മെലനോസൈറ്റ് നമുക്കുണ്ട്. പക്ഷേ ഫോറിൻ രാജ്യങ്ങളിലെ ചില രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഇത് സ്കിൻ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്, അവർക്ക് മെലനോസൈറ്റ് ഇല്ല. അങ്ങനെ ഒരുപാട് ഓരോ രാജ്യങ്ങൾക്കുള്ള ജനങ്ങൾക്കനുസരിച്ചിട്ട് ജീവിക്കുന്ന സാഹചര്യമായിട്ട് ശരീരഘടനയിൽ തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക, ഞാൻ അടുത്ത് വായിച്ചിരുന്ന ഒരു ലേഖനത്തിൽ പറയുന്നത്,
അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർക്കും വെളുത്ത വർഗ്ഗക്കാർക്കും ചില രോഗങ്ങൾക്ക് പ്രത്യേക മരുന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ജനിതക വ്യത്യാസമോ? ഇനി ഭാവിയിൽ വരുന്ന ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ ജനിതക വിഭാഗത്തിനും ഓരോ മരുന്ന് എന്നുള്ള രീതിയിൽ ഏറ്റവും ഫലപ്രദമായ മരുന്നുകൾ ജീനിൻ്റെ ഘടന അനുസരിച്ചിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വികസിപ്പിച്ചെടുക്കാൻ ഉള്ള ടെക്നോളജി ആധുനിക മോഡേൺ മെഡിസിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി എന്തെല്ലാം രോഗങ്ങൾ നമുക്ക് ബാധിക്കുന്നുണ്ട്? നമ്മുടെ ഈ ശരീരത്തിൽ ഈ ആസൂത്രണവാദികളുടെ പ്രധാന ഒരു കാര്യം നമ്മുടെ രോഗപ്രതിരോധ സിസ്റ്റമാണ്. ഒരു സൈനിക വ്യൂഹമാണ്. പ്രതിരോധ സിസ്റ്റമുണ്ട്, അതിനെ നശിപ്പിക്കാനുള്ളതുണ്ട്, ഉത്തേജിപ്പിക്കാനുള്ള ആൾക്കാരുണ്ട്. എല്ലാം തന്നെ ഒരു ഫൈറ്റിംഗ് ടീം കംപ്ലീറ്റ് റെഡിയായിരിക്കുന്ന ഒരു സേനയെ പോലെയാണ് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ആസൂത്രണമില്ലായ്മ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്? ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് പ്രതിരോധ ശേഷി തന്നെ നമ്മുടെ തിരിഞ്ഞ് ആക്രമിച്ചാൽ ഉണ്ടാകുന്ന ഒരു കൂട്ടം രോഗങ്ങൾക്കുള്ള പേരാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അതിൽ SLE എന്ന് പറയുന്ന രോഗം, ലൂപ്പസ് ഡിസീസ് എന്ന് പറയും. SLE എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ലൂപ്പസ് എറിത്രോമാറ്റിസ് എന്ന് പറയുന്ന ആണ് അതിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള രോഗം. പിന്നെ നമുക്കെല്ലാം പരിചയമുള്ള റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്, സന്ധിവാതം. ഇതൊക്കെ പ്രതിരോധ ശേഷി തന്നെ നമ്മൾ തിരിഞ്ഞാക്രമിക്കുന്നതുകൊണ്ട് അവിടെയുള്ള കലകൾക്ക് വരുന്ന രോഗങ്ങളാണത്. പിന്നെ സീലിയാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന ഗ്ലൂട്ടൺ അലർജി, ഗോതമ്പ് പോലെയുള്ള ഇതിനോട് വരുന്ന അലർജി. ചില അലർജികൾ തന്നെ ശരീരത്തിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. ഒരു കാരണമില്ലാതെ ശരീരം ഈ പറയുന്ന ഒരു അലർജൻ്റ് ആയിരിക്കുന്ന സാധനങ്ങൾ, അലർജി ഒരു ജനവിഭാഗം എടുത്തു കഴിഞ്ഞാൽ പല സാധനത്തിനോടുള്ള അലർജി സമൂഹത്തിൽ കോമൺ ആണ്. അപ്പോൾ ചിലയാൾക്ക് കൊഞ്ചിനോടായിരിക്കും അലർജി, ചിലയാൾക്ക് മുട്ടയോടായിരിക്കും, ചിലയാൾക്ക് ക്യാബേജിനോടായിരിക്കും, ചിലയാൾക്ക് മറ്റെന്തിനോടുള്ള അലർജി ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള അലർജിക്കായിട്ടുള്ള റിയാക്ഷൻ അനോഫിലക്സ് എന്ന് പറഞ്ഞ അനോഫലൈറ്റിക് എന്നുള്ള ഒരു അവസ്ഥയിലെത്തിക്കും. അനോഫലൈറ്റിക് ഷോക്ക് എന്ന് പറയും. പെട്ടെന്ന് അലർജിക്ക് കാരണമായിരിക്കുന്ന ഒരു സാധനം ഒരാൾ അമിതമായി കഴിച്ചു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്നുള്ള ഈ പ്രതിരോധ ശേഷിയുടെ പ്രവർത്തനം കൊണ്ട് അയാൾക്ക് കാർഡിയാറ്റിക് അറസ്റ്റ് വരാം. അങ്ങനെ അനോഫലൈറ്റിക് ഷോക്ക് കൊണ്ട് അലർജിക് റിയാക്ഷൻ കൊണ്ട് മരിക്കുന്നവരുണ്ട്. ഇതും ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരാ? നമ്മുടെ ഈ പ്രതിരോധ സിസ്റ്റമാണ്. കാരണം ഹൈപ്പർ സെൻസിറ്റിവിറ്റി അമിതമായിട്ട് ഒരു കാരണമില്ലാതെ ഇത് ഉത്തരിക്കുക. ഇതിലെന്ത് ആസൂത്രണം എന്ത് പറയാനുള്ളത്? ജങ്ക് DNA പറ്റി പറഞ്ഞു. ജങ്ക് DNAയിലെ നമുക്ക് പരിണാമപരമായിട്ട് ഉരുത്തിരിഞ്ഞ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇങ്ങനെ ജീവിവർഗ്ഗങ്ങൾ പലതായിട്ട് വരുമ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയ DNA ആണത്. അതേപോലെ നമ്മുടെ ഏറ്റവും എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം, ബ്രെയിനിൻ്റെ കാര്യം എടുക്കാം. ബ്രെയിനിൻ്റെ 3 ഭാഗങ്ങളുണ്ട്. അതിൽ മിഡ് ബ്രെയിന്, റെക്ടീലിയൻ ബ്രെയിന്, പിന്നെ നിയോകോർട്ടക്സ് എന്ന് പറയുന്നത്. ഇതിൽ സസ്തനികളുടെ ഉരവങ്ങളുടെ ബ്രെയിൻ വരെ നമുക്കുണ്ട്. മിഡ് ബ്രെയിന്, പിന്നെ അങ്ങനെയുള്ള സസ്തനികളുടെ ബ്രെയിൻ ഉണ്ട്, പിന്നെ നിയോകോർട്ടക്സ് എന്ന് പറയുന്ന ഫ്രണ്ട് ഭാഗം. ഇതൊക്കെ ഉരകങ്ങളിൽ മാത്രം കമ്പാരിറ്റീവ് അനാട്ടമി എടുത്തു കഴിഞ്ഞാൽ ഉരകങ്ങളിൽ ഈ മിഡ് ബ്രെയിനും മറ്റേ ഇതൊക്കെ ഉള്ളൂ. മനുഷ്യനിലെത്തുമ്പോൾ അത് 3 സെക്ഷനായിട്ട് വന്നിട്ട് അത് നിയോകോർട്ടക്സ് എന്ന് പറയുന്ന ഏറ്റവും വികസിതമായിരിക്കുന്ന ഭാഗം, അല്ലെ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയും. അതാണ് നമ്മുടെ ചിന്തക്ക് ആധാരം. ഇന്നത്തെ ഇത്രയും ഉയർന്ന ചിന്ത മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യനെ ലഭിക്കാനുള്ള കാരണം ഈ നിയോകോർട്ടക്സ് ആണ്. അതിൽ വന്ന ജീൻ, അതായത് മനുഷ്യൻ്റെ പരിണാമത്തിനിടയിൽ വന്ന ഇത്തരത്തിലുള്ള മ്യൂട്ടേഷൻ കൊണ്ടുവന്ന ഒരു ജീൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയോകോർട്ടക്സ് വളർന്നു വന്നതെന്നുള്ളതാണ്. ഇത് മനുഷ്യൻ്റെ ചരിത്രത്തിൽ 2 പ്രാവശ്യമായി ജീൻ ഡ്യൂപ്ലിക്കേഷൻ നടന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെറിബ്രൽ കോർട്ടക്സ് ഉണ്ടായെന്നുള്ളതാണ് പറയുന്നത്. അത് ചിമ്പാൻസിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു 700 സംതിങ് ഗ്രാമേ വരുന്നുള്ളൂ. മനുഷ്യനിൽ 1400 അത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം മനുഷ്യനും ചിമ്പാൻസിനും തമ്മിലൊരു എടുത്തു പറയാനുള്ളൊരു വ്യത്യാസം ഈ ബ്രെയിനിൻ്റെ അതായത് നിയോകോർട്ടക്സിൻ്റെ വികാസമാണ്. അതാണ് ഈ ബുദ്ധിയിൽ കാണിക്കുന്നത്. അതിൽ മനുഷ്യൻ്റെ ഇപ്പം മാംസഭക്ഷണത്തെ തള്ളിപ്പറയുന്ന ആൾ തന്നെ അതിൽ ഈ മാംസഭക്ഷണം മനുഷ്യൻ്റെ ഒരു കാലഘട്ടത്തിൽ മാംസഭക്ഷണത്തിന് തിരിഞ്ഞ ശേഷമാണ് ഈ ജീൻ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായപ്പോൾ ഇത്രയും വികസിതമായിരിക്കുന്ന ഒരു മസ്തിഷ്കത്തിന് വേണ്ട പ്രോട്ടീൻസും ഒക്കെ കിട്ടിയത്. ഈ ജീൻ ഡ്യൂപ്ലിക്കേഷൻസും ഈ മനുഷ്യൻ്റെ മാംസഭക്ഷണത്തിലേക്ക് തിരിഞ്ഞത് ഈ രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇന്നത്തെ ഈ മനുഷ്യൻ്റെ നിയോകോർട്ടക്സിൻ്റെ വികാസം ഉണ്ടായിരിക്കുന്നത്. അതിൽ മാംസഭക്ഷണത്തിൻ്റെ പ്രാധാന്യം വളരെ എടുത്തു പറയുന്നുണ്ട് സയൻറ്റിസ്റ്റുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പരിണാമത്തിന് ഒരുപാട് തെളിവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെ കമ്പാരറ്റീവ് അനാട്ടമി ഇതിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയുടെ ബ്ലഡ് ക്യാൻസർ, ഈ വൈറ്റ് സെൽസ് ശ്വേതാണുക്കളിൽ അഞ്ച് തരങ്ങളുണ്ട്. ഇതും പ്രതിരോധ വ്യവസ്ഥ ഇതിൻ്റെ സംവിധാനം നടത്തുന്നത് വെളുത്ത രക്താണുക്കളാണ്. ആ വെളുത്ത രക്താണുക്കളെ ബാധിക്കുന്ന ക്യാൻസറുകളുണ്ട്, ലുക്കീമിയകളുണ്ട്, ലിംഫോസൈറ്റിനെ ബാധിക്കുന്നുണ്ട്, മെലനോസൈറ്റിനെ ബാധിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഈ പ്രതിരോധ സിസ്റ്റം എന്ന് പറയുന്നത് അപര്യാപ്തമാണ്. അതിനെ പല രീതിയിലും പല രോഗങ്ങൾ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളിലെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് എന്ത് ആസൂത്രണമാണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? ഒരു നല്ലൊരു ആസൂത്രണമായിരിക്കുന്ന ഒരാൾ ഡിസൈൻ ചെയ്ത ഒരു കാര്യത്തിൽ ഇത്രയും സുരക്ഷാ വിഴവുകൾ എങ്ങനെ പറ്റും? നമ്മുടെ CRPF ആക്രമണം നടന്നപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞു? സുരക്ഷാ ഭീഷണി എന്നൊക്കെ പറഞ്ഞു. ഇത് എല്ലാം തികഞ്ഞ ഒരു ദൈവം, ഈ പ്രപഞ്ചത്തിനെ മൊത്തം സൃഷ്ടിച്ച ഒരു ദൈവം ഇത്തിരി പൊടിയുള്ള പുഴുവിനെ പോലത്തെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായ ഈ പാകപ്പിഴവുകളാണ്